2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തം പോളിംഗ് 75.91%. 2010 തെരഞ്ഞെടുപ്പിൽ ഇത് 75.82%. ഇന്ന് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 74.1 ആണ്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പോളിംഗ് നടന്നത് കോട്ടയത്താണ്, 77.9%. കുറവ് പോളിംഗ് തൃശൂരിൽ 69.9%. കൂടുതൽ വോട്ടർമാരുള്ള മലപ്പുറത്ത് 72.5% പോളിംഗ്. അവസാന കണക്കുകളിൽ പോളിംഗ് ശതമാനത്തിന് നേരിയ വ്യത്യാസം വന്നേക്കാം. മലപ്പുറം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് യന്ത്രം വ്യാപകമായി തകരാറിലായി. ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. വോട്ടിംഗ് മെഷീൻ തകരാർ പരിഹരിക്കണമെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് CPM-ഉം ലീഗും ജില്ലാ കളക്ടറിന് മുന്നിൽ പ്രതിഷേധമറിയിച്ചു. വിശദാംശങ്ങൾ നൽകാൻ KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം തന്നെയാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? സുരേഷ്, മലപ്പുറത്ത് 3911 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരുന്നത്. ഇതിൽ രാവിലെ പോളിംഗ് ആരംഭിച്ചത് മുതൽ പലയിടത്തും യന്ത്ര തകരാർ സംഭവിക്കുകയും പോളിംഗ് തടസ്സപ്പെടുകയും ചെയ്തു. 250-ൽ പരം പോളിംഗ് ബൂത്തുകളിൽ ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് വലിയ വിവാദങ്ങളും ഉയർത്തി. റീപോളിംഗ് ആവശ്യപ്പെട്ട വിവിധ പാർട്ടികൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തെക്കുറിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാരും റിട്ടേണിംഗ് ഓഫീസർമാരും ജില്ലാ കളക്ടറുമെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ 105 പോളിംഗ് ബൂത്തുകളിലാണ് പൂർണ്ണമായും വോട്ടിംഗ് തടസ്സപ്പെട്ടത് എന്നാണ് കണക്കാക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ, ഈ ബൂത്തുകളിൽ നാളെ റീപോളിംഗ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറനാട് താലൂക്കിലെ 10 ബൂത്തുകളിലും നിലമ്പൂരിൽ 32-ഉം പെരിന്തൽമണ്ണ താലൂക്കിൽ 16-ഉം കൊണ്ടോട്ടി 10-ഉം തിരൂർ 7-ഉം പൊന്നാനി നിയോജക മണ്ഡലത്തിലും പൊന്നാനി താലൂക്കിൽ 30 ബൂത്തുകളിലുമാണ് നാളെ റീപോളിംഗ് നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. 94 പഞ്ചായത്തുകളും 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും 15 ബ്ലോക്ക് ഡിവിഷനുകളും 12 നഗരസഭകളും മലപ്പുറം ജില്ലയിലുണ്ട്. UDF-ന് വലിയ മേൽക്കോയ്മയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. 2010-ൽ 100-ൽ 92 UDF ജയിച്ച ഒരു ജില്ലയാണ്. എന്നാൽ ഇത്തവണ ലീഗും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്ന 24 പഞ്ചായത്തുകളും കൊണ്ടോട്ടി നഗരസഭയും കാളികാവ് ബ്ലോക്ക് ഡിവിഷനിലും ഇങ്ങനെ നേർക്കുനേർ മത്സരിക്കുന്നുണ്ട്. വോട്ടിംഗ് യന്ത്രം തകരാറിലായതിലും ഏറ്റവും കൂടുതൽ ഇത്തരം നേരിട്ട് മത്സരിക്കുന്ന, കോൺഗ്രസും ലീഗും നേരിട്ട് മത്സരിക്കുന്ന മേഖലകളിലാണ് ഇത്തരം പരാതികളും വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. പ്രചരണ രംഗത്ത് തന്നെ വലിയ വീറും വാശിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ എല്ലാം വലിയ തോതിൽ പോളിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയോടെ ഇത്തരം പരാതികളും വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും മൂലം വോട്ടിംഗ് ശതമാനത്തിലും വലിയ കുറവുണ്ടായി. ഏതായാലും 76% അവസാനം കണക്കാക്കുന്ന വോട്ടിംഗ് ശതമാനം. സുരേഷ്, വ്യക്തമാണ്. KT സ്വാലിഹാണ് മലപ്പുറത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്ത് വോട്ടിംഗ് മെഷീനിലുണ്ടായത് സാങ്കേതിക തകരാറല്ലെന്നും അസ്വാഭാവികമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശശിധരൻ നായർ വ്യക്തമാക്കി. തൃശ്ശൂരിൽ 9-ഉം മലപ്പുറത്ത് 105 ബൂത്തുകളിൽ നാളെ വീണ്ടും വോട്ടെടുപ്പ് നടത്തും. ഇല്ല, സ്വാഭാവികത ഇല്ല, ശരിക്കും അസ്വാഭാവികമാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മൾ അതിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉൾപ്പെടെയുള്ള രീതിയിലൊരു അന്വേഷണം വേണ്ടി വരും. അത് തീർച്ചയായിട്ടും അത് ആ രീതിയിലുണ്ടാകും. അത് ടെക്നിക്കൽ എക്സ്പേർട്സ് അത് പരിശോധിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പം പ്രഷർ എന്ന് പറയുമ്പോൾ ഈ പറയുമ്പോൾ ഈ ഒരു മെക്കാനിക്കൽ ഇഫക്റ്റ് എന്നുള്ള രീതി നമുക്ക് കണക്കാക്കാനൊക്കില്ല. അത് പ്രസ് ചെയ്യുമ്പോഴുള്ള ബട്ടൺ താഴോട്ട് അമരാതിരിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ അത് ഏത് സ്വഭാവത്തിലായിരിക്കാം അത് സംഭവിച്ചിട്ടുള്ളതെന്ന് സംബന്ധിച്ച് തീർച്ചയായിട്ടും അത്. പക്ഷേ എങ്കിൽ കൂടിയും 9 സ്ഥലങ്ങളിൽ റീപോളിംഗ് അവിടെ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇവിടേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചു. അത് കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ അതേ സംബന്ധിച്ചും നാളെ തന്നെ അതിൻ്റെ 105 പോളിംഗ് ബൂത്തിനെ സംബന്ധിച്ച് റീപോള് നടത്തുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തൃശൂരിൽ 4 റീപോളിംഗ് നടത്തും. യന്ത്ര തകരാർ മൂലം പോളിംഗ് മുടങ്ങിയ
അരിമ്പൂരിലെ 2 ബൂത്തുകളിലും പഴയന്നൂർ, തിരുവല്ലോമല എന്നിവിടങ്ങളിലെ ഓരോ ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുക. ജില്ലയിലെ 5 ഇടങ്ങളിൽ കൂടി റീപോളിംഗ് വേണമെന്ന് ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശുപാർശ നൽകി. മലയോര ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം മാറ്റിക്കുറിച്ച വോട്ടെടുപ്പിനാണ് ജില്ല സാക്ഷിയായത്. 2010 തെരഞ്ഞെടുപ്പിലെ 59.92% എന്ന കണക്കിൽ നിന്നും 70% മുകളിലേക്ക് ജില്ലയുടെ വോട്ടിംഗ് ശതമാനം മാറിയതോടെ മുന്നണികളും ആശങ്കയിലായി. രാവിലെ പെയ്ത മഴയിൽ മന്ദഗതിയിൽ ആരംഭിച്ച വോട്ടിംഗ് മാനം തെളിഞ്ഞതോടെ തീർത്തും ആവേശത്തിലായി. 11 മണിയോടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവിന്റെ സൂചന ജില്ലയിലെ 1458 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ലഭിച്ചു തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ സ്ത്രീകളടക്കമുള്ളവരെ നേരത്തെ ബൂത്തുകളിൽ എത്തിക്കാൻ ഇരുമുന്നണി പ്രവർത്തകരും തമ്മിൽ മത്സരവും ഉണ്ടായി. രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ ഇലന്തൂർ YMCA ഹാളിലെ 2-ാം നമ്പർ ബൂത്തിലും പ്രമാടം 12-ാം വാർഡിലെ 2-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. അരമണിക്കൂർ വൈകിയാണ് ഇവിടെ വോട്ടിംഗ് ആരംഭിച്ചത്. ജില്ലയിൽ അങ്ങിങ്ങായി പാർട്ടി പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമല്ലാതെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പുതുതായി പിറന്ന പന്തളം നഗരസഭയിൽ വോട്ടിംഗ് സമയത്തിന് ശേഷവും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ ആളുകൾക്ക് അവസരം നൽകി. സംസ്ഥാന രാഷ്ട്രീയവും മലയോര കർഷകരുടെയും നെൽകർഷകരുടെയും പ്രതിസന്ധികൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലുണ്ടായ വോട്ട് വർധനവാകും ജില്ലയുടെ വിധി നിർണയത്തിൽ നിർണായകമാകുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയാണ് എറണാകുളം. 84% ജില്ലയിലെ പോളിംഗ്. 2010-ലേതിനേക്കാൾ 4% അധിക പോളിംഗാണ് ഇത്തവണ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 68.4% കൊച്ചി കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം. എറണാകുളത്ത് രാവിലെ മുതൽ വിട്ടുമാറാതെ നിന്ന കനത്ത മഴ ആദ്യ മണിക്കൂറിൽ പോളിംഗിനെ ബാധിച്ചു. ജില്ലയിലെ പല ബൂത്തുകളിലും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് വോട്ട് ചെയ്യാനെത്തിയത്. 12ഓളം ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായെങ്കിലും പിന്നീട് പ്രശ്നം പരിഹരിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ 62-ാം ഡിവിഷനിലെ ബൂത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പോളിംഗ് കേന്ദ്രം മാറ്റി. ഉച്ചയ്ക്ക് 12 മണിയോടെ കാലാവസ്ഥ അനുകൂലമാവുകയും പോളിംഗ് ദ്രുതഗതിയിലാവുകയും ചെയ്തു. അതേസമയം മരടിലും തിരുവാങ്കുളത്തും വോട്ട് ചെയ്യാനെത്തിയവർ കുഴഞ്ഞു വീണ് മരിച്ചു. കോതമംഗലം കവളങ്ങാട് വോട്ട് ചെയ്ത് മടങ്ങുന്നവർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി 7 പേർക്ക് പരിക്കേറ്റു. മന്ത്രി കെ ബാബു, UDF കൺവീനർ PP തങ്കച്ചൻ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, KV തോമസ് MP, മുൻ MP PC ചാക്കോ, നടൻ ദിലീപ് തുടങ്ങിയ പ്രമുഖർ വിവിധ കേന്ദ്രങ്ങളിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വൈകിട്ട് 5 മണിക്ക് ശേഷവും മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായതിനാൽ ജില്ലയിൽ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഏറെ വൈകി. എറണാകുളത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും ജനം വിധിയെഴുതി കഴിഞ്ഞു. മുന്നണികൾക്കിനി കൂട്ടിക്കിഴിക്കലിൻ്റെ മണിക്കൂറുകൾ. കൊച്ചിയിൽ നിന്നും ബിജേഷ് നടുവിലിനൊപ്പം KM ഉമേഷ്. കോട്ടയം ജില്ലയിൽ 79% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് റെക്കോർഡ് പോളിംഗാണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2010-ൽ 76.25% ത്രിതല പഞ്ചായത്തുകളിലെ പോളിംഗ് ശതമാനം 75%-ലധികമാണ്. ജില്ലയിലെ 6 നഗരസഭകളിൽ ഈരാറ്റുപേട്ടയിലും വൈക്കത്തുമായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ്, 80%. രാവിലെ മന്ദഗതിയിലായിരുന്നു തുടക്കം. പിന്നീട് ഉച്ചയോടുകൂടി വൻ വർധനയാണ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായത്. അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, LDF കൺവീനർ വൈക്കം വിശ്വൻ, മന്ത്രിമാരായ KM മാണി, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി എന്നിവർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. 5399 സ്ഥാനാർത്ഥികളാണ് ജനഹിതം തേടിയത്. ബാർക്കോഴ, കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതോടെ വിജയം കൈപ്പിടിയിലൊതുക്കാമെന്ന കണക്കുകൂട്ടലാണ് മുന്നണികൾ. ജനഹിതം പെട്ടിയിലായി കഴിഞ്ഞു. ഏറ്റവും മികച്ച പോളിംഗാണ് കോട്ടയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുന്നണികൾക്ക് ആശങ്കയുടെ നിമിഷങ്ങൾ മാത്രമാണ്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്. പാലക്കാട് ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടിംഗ് ശതമാനത്തിലെ വർധന ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്ന് മുന്നണികൾ. പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ BJP ബൂത്ത് പിടിച്ചെടുത്തതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാപകമായ കള്ളവോട്ട് നടന്നതിനാൽ റീപോളിംഗ് നടത്തണമെന്ന് ആവശ്യം. മഴയോടെ ആരംഭിച്ച വോട്ടിംഗ് ആദ്യ 2 മണിക്കൂർ മന്ദഗതിയിലായിരുന്നു. മഴ മാറി 9 മണിയോടെയാണ് ബൂത്തുകൾ സജീവമായത്. കനത്ത മഴയിൽ അട്ടപ്പാടിയിലെ 2 ഊരുകളും പുതൂർ പഞ്ചായത്തിലെ ചില ബൂത്തുകളും ഒറ്റപ്പെട്ടു. ഇതുകാരണം മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിലെ 12 ബൂത്തുകൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ശാന്തമായിരുന്നു. പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗവും സ്ഥാനാർത്ഥിയുമായ N ശിവരാജന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തു.
LDF സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. റീപോളിംഗ് ആവശ്യപ്പെട്ട് LDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. 15 ബൂത്തുകളിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ വോട്ടിംഗ് മെഷീൻ തകരാർ സംഭവിച്ചത്. ഇവ പരിഹരിച്ച് വോട്ടിംഗ് സുഗമമാക്കാനും ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞു. മുൻ മന്ത്രിയും CPIM-ന്റെ മുതിർന്ന നേതാവുമായ T. ശിവദാസമേനോൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവർ പറക്കുന്നം GLP സ്കൂളിൽ വോട്ട് ചെയ്തു. മുൻ മഹാരാഷ്ട്ര ഗവർണർ K. ശങ്കരനാരായണൻ ശേഖരീപുരം LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെയാണ് വോട്ടിംഗ് അവസാനിച്ചത്. വോട്ടെല്ലാം പെട്ടിയിലായി. ഇനിയുള്ള മണിക്കൂറുകളിലും സ്ഥാനാർത്ഥികളും പാർട്ടികളും കണക്കുകൂട്ടലാവും. ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ജനവിധി അറിയാം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. ശക്തമായ മത്സരം നടന്ന ആലപ്പുഴയിൽ LDF-ഉം UDF-ഉം ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ 80.22% ആലപ്പുഴയിലെ പോളിംഗ് എങ്കിൽ ഇത്തവണ അതിനേക്കാൾ മികച്ച നിലയിൽ പോളിംഗ് ശതമാനം എത്തുമെന്നാണ് പ്രതീക്ഷ. ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 80% താഴെയാണ് ആലപ്പുഴയിലെ പോളിംഗ് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അവസാന റിപ്പോർട്ട് വരുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തവണയും ജില്ലയിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞും വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തുകളിൽ ദൃശ്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ 78%, നഗരസഭയിൽ 76% വോട്ടുകൾ രേഖപ്പെടുത്തി. കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. തീരദേശം ഉൾപ്പെടെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ 11 മണിയോടെ തന്നെ 42%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി. രാവിലെ മുതൽ പെയ്ത ചാറ്റൽ മഴ വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുത്തിയെങ്കിലും ഉച്ചയോടെ ഇത് മാറി. ജില്ലയിൽ 12 മണിയോടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 40% പേർ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ 2 മണിയോടെ ഇത് 56%-ആയി ഉയർന്നു. ജില്ലയിലെ ചില വാർഡുകളിൽ 12 മണിയോടെ 75% വോട്ടുകൾ വരെ രേഖപ്പെടുത്തി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 80.22% ആലപ്പുഴ ജില്ലയിലെ പോളിംഗ് ശതമാനം. ജില്ലയിലെ പ്രമുഖ നേതാക്കളായ VS അച്യുതാനന്ദൻ, ഡോക്ടർ തോമസ് ഐസക്, G. സുധാകരൻ, KR ഗൗരിയമ്മ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, വയലാർ രവി തുടങ്ങിയവർ ഉച്ചയ്ക്ക് മുൻപ് തന്നെ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തൃശൂരിൽ 4ഇടത്ത് റീപോളിംഗ് നടത്തും. യന്ത്ര തകരാർ മൂലം പോളിംഗ് മുടങ്ങിയ അരിമ്പൂരിലെ 2 ബൂത്തുകളിലും പഴയന്നൂർ, തിരുവല്ലോമല എന്നിവിടങ്ങളിലെ ഓരോ ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുക. ജില്ലയിലെ 5 ഇടങ്ങളിൽ കൂടി റീപോളിംഗ് വേണമെന്ന് ജില്ലാ കലക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശുപാർശ നൽകി. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ട 4 ബൂത്തുകളിലാണ് റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അരിമ്പൂർ, കുന്നത്തങ്ങാടി, എരവൂർ സൗത്ത്, പഴയന്നൂർ, പൂതനക്കര, തിരുവല്ലോമല, വെള്ളാർക്കുളം എന്നിവിടങ്ങളിലാണ് റീപോളിംഗ് നടത്തുക. പോളിംഗ് പുനഃസ്ഥാപിക്കാൻ സാധിക്കാതെ വന്നതോടെ ഈ 4 കേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്താൻ ജില്ലാ കളക്ടർ A. കൗശികൻ ശുപാർശ നൽകിയിരുന്നു. രാവിലെ 7 മണിയോടെ പോളിംഗ് ആരംഭിച്ച ബൂത്തുകളിൽ പലയിടങ്ങളിലും യന്ത്ര തകരാർ മൂലം വോട്ടെടുപ്പ് മുടങ്ങിയിരുന്നു. 60-ലധികം ബൂത്തുകളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയത്. വോട്ടെടുപ്പ് വൈകിയ കേന്ദ്രങ്ങളിൽ 5 മണിക്ക് ശേഷവും പോളിംഗ് നടന്നു. അന്നമനട, കയ്പമംഗലം, ഏങ്ങണ്ടിയൂർ, ചേലക്കര തുടങ്ങിയ 5 കേന്ദ്രങ്ങളിൽ കൂടി റീപോളിംഗ് നടത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീൻ തകരാറുണ്ടായ സംഭവം അസ്വാഭാവികമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും VM സുധീരനും ആവശ്യപ്പെട്ടു. അവസാനഘട്ട വോട്ടെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിൽ അസ്വാഭാവികതയുണ്ടെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. അത് തീർത്തും അസ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നത് വിശദമായി പരിശോധിച്ച് തീർച്ചപ്പെടുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് എത്തി എന്തെങ്കിലും പറയുന്നില്ല. എന്നാൽ 1, 2, 3 ഇനി ഒരു 4-5 വരെയൊക്കെ ചിലപ്പോൾ തകരാറിലാവാം. ഇത് 100 കണക്കിൽ മെഷീനുകൾ തകരാറാവുക എന്ന് പറയുന്നത് അത് സാധാരണ നിലക്ക് സംഭവിക്കുന്നതേയല്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതെന്താണെന്ന് കൃത്യമായി കണ്ടെത്തണം. വോട്ടിംഗ് യന്ത്രം തകരാറിലായ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് ഫലപ്രദമായ നടപടി കൈക്കൊള്ളണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും ഒരു വോട്ടർക്ക് പോലും വോട്ട് ചെയ്യാനുള്ള അവസരം ഇല്ലാതെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ പ്രശ്നം കാണുമെന്നാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലയിലാണ് കാണുന്നത് എന്ന് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായി.
തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്ന് കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞപ്പോൾ ഭരണത്തിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് UDF കൺവീനർ PP തങ്കച്ചനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്.